2026 കേരളത്തിൽ BJP അധികാരം പിടിക്കുമെന്ന് കഴിഞ്ഞ ദിവസം അമിത്ഷാ തിരുവനന്തപുരത്ത് പ്രഖ്യാപിച്ചത് രണ്ട് മുന്നണികളും വളരെ വലിയ ഞെട്ടലോടുകൂടിയാണ് കേട്ടത്. ഇതൊരു രാഷ്ട്രീയ പ്രസ്താവന മാത്രമായിട്ടല്ല അവർ അതിനെ കാണുന്നത്. അധികാരം പിടിച്ചില്ല എങ്കിലും BJP ഉണ്ടാകാൻ പോകുന്ന മുന്നേറ്റം ചില്ലറയല്ല എന്ന് കേരളത്തിലെ ഇരു മുന്നണികളും മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ വേണ്ട തരത്തിലുള്ള ഒരുക്കങ്ങളും ആരംഭിച്ചിട്ടുണ്ട് അതിനെ മറികടക്കാൻ വേണ്ടി. പക്ഷേ അതിനേക്കാൾ മുന്നെയാണ് ഇപ്പോൾ കേരളത്തിലെ BJP ഘടകം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തിന് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വേണ്ട സ്ഥാനാർത്ഥികളെ പോലും അണിയറയിൽ തീർച്ചപ്പെടുത്തി കഴിഞ്ഞിരിക്കുകയാണ്. അപ്രഖ്യാപിതമായിട്ട് തന്നെ അവരോട് ആ മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് മണ്ഡലം കേന്ദ്രീകരിച്ച് നിൽക്കാനുമായിട്ടുള്ള പ്രത്യേക നിർദ്ദേശം തന്നെ രാജീവ് ചന്ദ്രശേഖർ നൽകിയിരിക്കുകയാണ്. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 11 നിയമസഭാ മണ്ഡലങ്ങളിലാണ് ഒന്നാം സ്ഥാനത്ത് BJP എത്തിയത്. 9 ഇടങ്ങളിൽ 2ാം സ്ഥാനത്തും എത്തി. അപ്പോൾ തീർച്ചയായിട്ടും ഒരു വലിയ നേട്ടം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്ന് BJP സംസ്ഥാന ഘടകം കണക്ക് കൂട്ടുന്നുണ്ട്. തിരുവനന്തപുരം, തൃശ്ശൂർ, ആലപ്പുഴ എന്നീ ജില്ലകളിലായിട്ടാണ് BJP വലിയ മുന്നേറ്റം നേടിയിരിക്കുന്നത്. അപ്പോൾ BJPക്ക് തികച്ചും മികച്ച ഒരു രാഷ്ട്രീയ സാഹചര്യമാണിപ്പോൾ കേരളത്തിലുള്ളത് എന്നാണ് വ്യക്തമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 5 പ്രമുഖരുടെ ഒരു ലിസ്റ്റ് ഇപ്പോൾ BJP തയ്യാറാക്കിയിരിക്കുകയാണ്. അവർ മത്സരിക്കുന്ന മണ്ഡലങ്ങൾ ഏതെന്നും കൃത്യമായി തീർച്ചപ്പെടുത്തിയിരിക്കുകയാണ്. അതിൽ BJP ഉദ്ദേശിക്കുന്നത് CPMൻ്റെ വോട്ട് ബാങ്കിൽ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വിള്ളൽ വീഴ്ത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഹൈന്ദവ വോട്ടുകൾ കൂടുതലായിട്ട് സമാഹരിക്കുക, ഒപ്പം UDFിലേക്ക് പോയിക്കൊണ്ടിരുന്ന ക്രൈസ്തവ വോട്ടുകൾ നല്ലൊരു പങ്ക് BJPയിലേക്ക് വന്നിട്ടുണ്ട്. അതും കൂടുതലായിട്ട് സമാഹരിക്കാനുള്ള ശ്രമമാണ് BJP ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ കോൺഗ്രസിൻ്റെ തളർച്ചയാണ് BJP ഒരു സമയത്ത് കണ്ടിരുന്നത്. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ BJPയുടെ പ്രധാന നീക്കമെന്ന് പറയുന്നത് CPMൻ്റെ തകർച്ച കാണുക എന്നുള്ളതാണ്. അതാണ് അമിത്ഷായുടെ പ്രസംഗത്തിൽ ഉടനീളം നമ്മൾ കണ്ടത്. അപ്പോൾ BJPക്ക് അനുകൂലമായ ഒരു സാഹചര്യം കേരളത്തിലുള്ള സ്ഥിതിക്ക് നിയമസഭാ മണ്ഡലങ്ങളിലും അവർക്ക് ഉറപ്പുള്ള മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ ഏത് തരത്തിലാകും എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ഒന്ന്, കേരളത്തിലെ BJPയുടെ തീപ്പൊരിയായി മാറിക്കൊണ്ടിരിക്കുന്ന ശോഭാ സുരേന്ദ്രൻ. നമുക്കറിയാം, ഏത് മണ്ഡലത്തിൽ കൊണ്ടുചെന്ന് നിർത്തിയാലും അവിടെ ഇളക്കി മറിച്ച് BJPക്ക് അനുകൂലമായിട്ടുള്ള ഒരു വളക്കൂറുള്ള മണ്ണാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. 2016 പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ മത്സരിച്ചു. പിന്നീട് 2019 ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ, 2021 കഴക്കൂട്ടം നിയമസഭാ മണ്ഡലത്തിൽ, 2024 ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ. ആലപ്പുഴ പാർലമെന്റ് മണ്ഡലം A ക്ലാസ് അല്ലായിരുന്നു. അത് A ക്ലാസ് ആക്കി മാറ്റിയെടുക്കാനായിട്ട് ഏതാണ്ട് 3 ലക്ഷം വോട്ടാണ് ശോഭാ സുരേന്ദ്രൻ അവിടെ നേടിയത്. ഇരു മുന്നണികളെയും വെട്ടിലാക്കിക്കൊണ്ടാണ്. ഈ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ വരുന്ന കായംകുളമാണ് ശോഭാ സുരേന്ദ്രന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. കായംകുളത്ത് ശോഭാ സുരേന്ദ്രൻ 1ാം സ്ഥാനത്താണ് എത്തിയത്. എന്തിന്? രമേശ് ചെന്നിത്തലയുടെ മണ്ഡലമായ ഹരിപ്പാട് 2ാം സ്ഥാനത്താണ് ശോഭാ സുരേന്ദ്രൻ എത്തിയത്. അപ്പോൾ തീർച്ചയായിട്ടും BJPക്ക് വലിയ സാധ്യതയുള്ള ഒരു ജില്ലയാണ് ആലപ്പുഴ. ആലപ്പുഴ ജില്ലയിലെ കായംകുളം മണ്ഡലത്തിൽ നിന്ന് ശോഭാ സുരേന്ദ്രന് ജയിച്ചു വരാൻ കഴിയും. ഇനി 2ാമത്തെ ഇടത്തിലേക്ക് പോയി കഴിഞ്ഞാൽ
രാജീവ് ചന്ദ്രശേഖറിനെയാണ്. രാജീവ് ചന്ദ്രശേഖറും മത്സര രംഗത്തുണ്ടാകും. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ ശശി തരൂരിനോട് പരാജയപ്പെട്ടത് വെറും 15,000 വോട്ടുകൾക്ക് മാത്രമാണ്. ഇതിലെ 4 നിയമസഭാ മണ്ഡലങ്ങൾ BJPക്ക് അനുകൂലമാണ്. അതിൽ നമുക്കറിയാം 2016 BJPക്ക് അക്കൗണ്ട് തുറന്ന മണ്ഡലമാണ് നേമം. അതുകൊണ്ട് ആ നേമം മണ്ഡലം 2021 കയ്യിൽ നിന്ന് പോയി 2026 തിരിച്ചു പിടിക്കണം. നേമത്തിനോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ കായംകുളം മണ്ഡലത്തിൽ നിന്നും പ്രതിനിധി നിയമസഭയിൽ ഉണ്ടാകണം. അതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ നേമം മണ്ഡലത്തിൽ മത്സരിക്കും എന്നുള്ളതാണ്. കാരണം നേമം മണ്ഡലത്തിൽ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 1-ാം സ്ഥാനത്ത് തന്നെ ആയിരുന്നു BJP. മൂന്നാമത് വരുന്നത് MT രമേശാണ്. MT രമേശ് BJPയുടെ അധ്യക്ഷ സ്ഥാനത്ത് വരെ പരിഗണനയിൽ നിന്നിരുന്ന ആളാണ്. ഇപ്പോൾ സംസ്ഥാന സംഘടനയുടെ ജനറൽ സെക്രട്ടറി പദവിയിൽ വരെ എത്തി നിൽക്കുകയാണ്. RSSന്റെ പിന്തുണയുള്ള MT രമേശിനെ തൃശ്ശൂർ ജില്ലയിലെ ഏതെങ്കിലും സുരക്ഷിതമായ മണ്ഡലത്തിൽ, ഈ പ്രഗത്ഭരായിട്ടുള്ള ഒന്നാന്തര നേതാക്കന്മാരെ എല്ലാം സുരക്ഷിത മണ്ഡലത്തിലേക്ക് തന്നെ ആയിരിക്കും കൊണ്ടുപോകുന്നത്. അവരെ ആദ്യം നിയമസഭയിൽ എത്തിക്കുക എന്നുള്ള ലക്ഷ്യമാണ് രാജീവ് ചന്ദ്രശേഖർ വച്ചിരിക്കുന്നത്. അപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ ഒരു സുരക്ഷിത മണ്ഡലത്തിലേക്ക് MT രമേശിനെ കൊണ്ടുവരും. 4 ഷോൺ ജോർജ്. ഷോൺ ജോർജ് ഇപ്പോൾ BJPയിലെ ഒരു ക്രൈസ്തവ മുഖമാണ്. ക്രൈസ്തവരെ കൂടുതലായിട്ട് BJPയിലേക്ക് അടുപ്പിക്കുന്നതിന് ഷോൺ ജോർജിന് സാധിച്ചു. PC ജോർജിനുള്ളതിനേക്കാൾ പ്രാധാന്യം BJPയിൽ ഷോൺ ജോർജിനുണ്ട്. ഈ വഖഫ് ഭേദഗതി ബില്ലിൻ്റെ കാര്യത്തിലും മുനമ്പം വിഷയത്തിലുമൊക്കെ കാര്യങ്ങൾ കൃത്യമായി ബിഷപ്പുമാരെയും ക്രൈസ്തവ സഭയ്ക്കും വിശദീകരിച്ചു കൊടുക്കുന്നതിൽ ഷോൺ ജോർജിന് പ്രാപ്തൻ ആണ് എന്ന് തെളിയിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ബിഷപ്പുമാരും ക്രൈസ്തവ സംഘടനകളും ഒക്കെ തന്നെ ഷോൺ ജോർജുമായി വലിയ അടുപ്പം തന്നെയുണ്ട്. ഷോൺ ജോർജ് പറയാറുണ്ട്, ഒന്നുകിൽ പൂഞ്ഞാർ അല്ലെങ്കിൽ പാലയാണ് മത്സരിക്കുക. പക്ഷെ അതിനേക്കാളും സുരക്ഷിത മണ്ഡലമാണ് BJP ഷോൺ ജോർജിന് വേണ്ടി മാറ്റിവെക്കുന്നത്. അത് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ, ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് മണ്ഡലത്തിലേക്ക് തന്നെ ഷോൺ ജോർജിന് മത്സരിക്കാൻ വിടും എന്നാണ് അറിയുന്നത്. രാജീവ് ചന്ദ്രശേഖറിൻ്റെ വിശ്വസ്തൻ കൂടിയാണ് ഷോൺ ജോർജ്. 5ാമത് വരുന്നത്, ഈ ലിസ്റ്റിൽ 5ാമത്തെ ആളാണ് കേന്ദ്ര സഹമന്ത്രിയായിരുന്ന V മുരളീധരൻ. V മുരളീധരന് ആറ്റിങ്ങൽ മണ്ഡലത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഏതെങ്കിലും ഒരു മണ്ഡലത്തിലായിരിക്കും മത്സരിപ്പിക്കുക. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങലിൽ മികച്ച പ്രകടനം നടത്താൻ തിരുവനന്തപുരവും ആറ്റിങ്ങലും ഒക്കെ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്ന മണ്ഡലങ്ങളാണ്. അതുകൊണ്ട് ആറ്റിങ്ങൽ മണ്ഡലത്തിലെ ഏതെങ്കിലും സുരക്ഷിതമായ ഒരു നിയമസഭാ മണ്ഡലത്തിലേക്ക് V മുരളീധരനെയും കൊണ്ടുവരും. അപ്പോൾ ഈ 5 പേരാണ് ശോഭാ സുരേന്ദ്രൻ, രാജീവ് ചന്ദ്രശേഖർ, MT രമേശ്, ഷോൺ ജോർജ്, V മുരളീധരൻ. ഈ 5 പേരെയാണ് സുരക്ഷിതമായ മണ്ഡലങ്ങളിൽ എത്തിച്ച് 2026 കേരള നിയമസഭയിലേക്ക് BJP എത്തിക്കാൻ പോകുന്നവർ.